പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ തിരുവചനം തുടർന്ന് ധ്യാനിക്കാം. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുക, ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കിടക്കയിൽ വെച്ചുള്ള തിന്മ നിരൂപണത്തിൻ്റെ മേഖലയാണ്. ഇന്ന് പല വ്യക്തികളും സന്ധ്യയ്ക്ക് കിടന്നുറങ്ങാൻ വേണ്ടി കിടക്കയിൽ കിടക്കുമ്പോഴും പുലർച്ചെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇന്ന് ഏതെല്ലാം തരത്തിൽ എൻ്റെ ബ്ലേഡിന് മൂർച്ച കൂട്ടണം, ഏതെല്ലാം മേഖലകളിൽ എനിക്ക് ധനം സമ്പാദിക്കണം, ഇത്തരത്തിലുള്ള ചിന്തയോടുകൂടെ തെറ്റായ ചിന്ത ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ട്, തിന്മയെ ഹൃദയത്തിൽ ഗർഭം ധരിച്ചുകൊണ്ട് ആ കിടക്കയിൽ വെച്ച് മറ്റുള്ള വ്യക്തികൾക്കെതിരെ തിന്മ നിരൂപിക്കുക ചെയ്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു, അവന് ദുരിതം. കാരണം നമ്മളുടെ കിടക്ക അത് വളരെ വിശുദ്ധമായിരിക്കണം. കാരണം ഓരോ മനുഷ്യനും കിടക്കാൻ പോകുന്ന സ്ഥലം അല്ലെങ്കിൽ കിടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം, പ്രത്യേകിച്ചും തിരുസഭ മക്കൾ, അവൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലയം കിടന്ന സ്ഥലമാണ് ഈ കിടക്ക. ആ കിടക്കയും വിശുദ്ധമാണ്. ആ കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുവാൻ പാടില്ല. അയൽവാസിക്കെതിരായിക്കോട്ടെ, എതിരാളിക്കെതിരായിക്കോട്ടെ, ഏത് വ്യക്തിക്കെതിരായിക്കോട്ടെ, തിന്മ നിരൂപിക്കുവാൻ പാടില്ല. പലതരത്തിലുള്ള തിന്മ നിരൂപിക്കുന്ന പരിപാടിയുണ്ട്. ബാങ്ക് നടത്തുന്നവൻ, ഡെയിലി കളക്ഷന് പണം കൊടുക്കുന്നവൻ, അവൻ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് അവൻ നോക്കുന്നത്. അപ്പം തിന്മ നിരൂപിക്കും. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പ്രതിയോഗിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണം. ഒരുപക്ഷെ അയൽവാസിയുടെ വീടിൻ്റെ മുകളിൽ തീപ്പുക കണ്ടു കഴിഞ്ഞാൽ, അവൻ വളരുന്നത് കണ്ടു കഴിഞ്ഞാൽ, മെച്ചപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയായിരിക്കും. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയ വരുത്തു കഴിയുമ്പോൾ അവൻ കിടക്കുന്ന കിടക്കയിൽ വെച്ച് ആ അയൽവാസിയെ എങ്ങനെ ഒതുക്കാം, ഇല്ലായ്മ ചെയ്യാമെന്നുള്ള തിന്മ നിരൂപിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവന് ദുരിതമാണ്. ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമല്ല. അവൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ കടന്നു വരും. അവൻ്റെ തലമുറയ്ക്ക് പോലും ദുരിതങ്ങൾ കടന്നു വരും. അവന് മാത്രമല്ല, അവൻ്റെ തലമുറയ്ക്ക് പോലും. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ അനേകം സ്ഥലങ്ങളിൽ പറയുന്ന കാര്യമാണ്. എന്നിട്ട് പറയുന്നത്, കയ്യൊക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. ഇന്നത്തെ പല വില്ലന്മാർക്കും കയ്യൊക്കുണ്ട്. കയ്യൊക്കുള്ളവന്മാരാണ് ഇന്നത്തെ സമ്പന്നന്മാർ. ഇന്ന് പലതരത്തിലുള്ള സമ്പന്നന്മാരുണ്ട്. എല്ലാവർക്കും നല്ല കയ്യൊക്കാണ്. പാവപ്പെട്ടവനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കയ്യൊക്ക്, പാവപ്പെട്ടവൻ്റെ സമ്പത്ത് സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള കയ്യൊപ്പ്, അതൊരു വലിയ കയ്യൊക്കാണ്. ഇവിടെ വചനം പറയാണ്, കയ്യൊക്കുള്ളതിനാൽ നേരം പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വയലുകൾ, അതാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഈ വയൽ എന്ന് പറയുന്നത് അവൻ്റെ കൃഷിയിടമാണ്. ഈ പിടിച്ചടക്കാൻ പോകുന്നവൻ്റെ അല്ല, സ്വല്പം തൊട്ട അയൽവാസിയുടെ കൃഷിയിടമായിരിക്കുക. അതവൻ സ്വന്തമാക്കും. ഏതെങ്കിലും തരത്തിലൊക്കെ അവനെ ഉപദ്രവിച്ചും കടം കയറി നിൽക്കുന്ന സാഹചര്യം മനസ്സിലാക്കി ആ കടത്തിൻ്റെ മേഖലയിൽ ചൂഷണം ചെയ്തും അത് സ്വന്തമാക്കാൻ, കാരണം അവന് കയ്യൊക്കെയുണ്ട്. അവൻ മറ്റുള്ളവർ മൂന്നാമനെയൊക്കെ പറഞ്ഞു വിടാം, നിനക്കിതേ ജപ്തിയൊക്കെ വരുമല്ലോ, ഒരു കാര്യം ചെയ്യേ, ഇപ്പോഴാണ് സ്ഥലങ്ങളെ വിൽപ്പനയെങ്കിലും നടക്കും. ജപ്തിക്കാർ വന്ന് ബാങ്കുകാർ വന്ന് അവിടെ കൊടി നാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജപ്തി ചെയ്യാനായിട്ട് ഓർഡറായി കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ പോലും മേടിക്കത്തില്ല. ബാങ്കുകാർ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ പോയതാണ്.
ഇപ്പോഴാണ് ഇത് ഇന്നലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വില കിട്ടും കേട്ടോ. ഇവൻ കൈയൊക്കെയുള്ളതിനാൽ ഇവൻ ബ്രോക്കർമാരെയും മറ്റുള്ളവരെയൊക്കെ വിട്ട് മൂന്നാവിനെയൊക്കെ വിട്ട് വളച്ച് ഈ വയൽ മോഹിച്ചാൽ അവൻ സ്വന്തമാക്കും. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന റിയൽ എസ്റ്റേറ്റുകളെല്ലാം അത് തന്നെയായിരുന്നു. ഇന്ന് പല റിയൽ എസ്റ്റേറ്റുകളും പൊളിഞ്ഞു. നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം, ഇപ്പോഴത്തെ സർക്കാർ വന്നതിന് ശേഷം ഒത്തിരി റിയൽ എസ്റ്റേറ്റുകൾ പൊളിഞ്ഞു. കാരണം ഭൂമിയുടെ കരം മാത്രമല്ല ആധാരത്തിനൊക്കെയുള്ള സാമ്പത്തികമായ കൂട്ടൽ എല്ലാം സാമ്പത്തികമായ മേഖലയിൽ കൂടിക്കഴിഞ്ഞപ്പോൾ, പിടുത്തം വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയപ്പെട്ട റിയൽ എസ്റ്റേറ്റൊക്കെ മേടിച്ചിട്ടവർക്കൊക്കെ ഭയങ്കര പ്രയാസമായി. ഇപ്പം കൊടുക്കൽ വാങ്ങലൊന്നും നടക്കുന്നില്ല, കച്ചവടമൊന്നും നടക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് പല മേഖലകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധ വയലുകൾ മോഹിക്കുന്നു, അത് സ്വന്തമാക്കുന്നു. തുടർന്ന് പറയുകയാണ്, ആ വയലുകൾ മാത്രമല്ല വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. പലരുടെയും വീടുകൾ മോഹിക്കുന്നു, അതൊരു വലിയ ദുർമോഹമായിട്ട് മാറുന്നു, അത് സ്വന്തമാക്കുന്നു. ഈ വയൽ അല്ലെങ്കിൽ ഈ വീട് സ്വന്തമാക്കുവാൻ വേണ്ടി, ധനമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിലുള്ള വെട്ടിപ്പും തട്ടിപ്പും നടത്തി പണം സമ്പാദിച്ച് കൂട്ടിയിട്ടായിരിക്കാം, ആ സമ്പത്തിൽ നിന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വീട് മോഹിച്ച വീട് മേടിക്കുന്നത്. അല്ലെങ്കിൽ കടമെടുത്താകാം, ലോൺ എടുത്താകാം, ഏതായാലും ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കൈക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. വയലുകൾ മോഹിക്കുന്നു, അത് സ്വന്തമാക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അത് സ്വന്തമാക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടികൊള്ളുന്ന മോഹം ദൈവദർശനത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഇന്നലകളിൽ കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിച്ച നിമിഷങ്ങളുണ്ട്. അവയോർത്ത് അനുതപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ഹൃദയത്തിൽ കൂടികൊള്ളുന്ന അനേകം മോഹങ്ങളുണ്ട്. പല മോഹങ്ങളും ദുർമോഹങ്ങളായി മാറ്റപ്പെടുകയും അത് തിന്മയിലേക്ക് നയിക്കുകയും ചെയ്ത നിമിഷം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കർത്താവെ, കരുണയായിരിക്കണമേ. അവിടുത്തെ തിരുവചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.